ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പീരുമേട്ടിലെ ആദിവാസി യുവതി സീതയുടെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഭർത്താവ് പറഞ്ഞിരുന്നത്. രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങളുമായി. രാഹുൽ, ഞെട്ടിക്കുന്ന വിവരമാണല്ലോ ഇത്. നമ്മൾ വിചാരിച്ചിരുന്നത് കാട്ടാന ആക്രമണത്തിൽ ആണ് മരണം ഉണ്ടായതെന്നതാണ്. പക്ഷേ ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അതിക്രൂരമായാണ് സീതയെ കൊലപ്പെടുത്തിയതെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ വൈകിട്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് സീത കാട്ടാന ആക്രമണത്തിൽ മരിച്ചതെന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരം. എന്നാൽ ഇതിൽ പോലീസിന് ആദ്യം തൊട്ട് തന്നെ സംശയമുണ്ടായിരുന്നു. ഈ സംശയമാണ് വിശദമായുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് എത്തിച്ചത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സീത കാട്ടാന ആക്രമണത്തിലല്ല, ഭർത്താവിൻ്റെ അതിക്രൂരമായുള്ള കൊലപാതകത്തിലാണ് മരിച്ചിരിക്കുന്നതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് കൃത്യമായ ആസൂത്രണത്തിലൊടുവിലാണ് സീത കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതിലെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ പോസ്റ്റ്മോർട്ടത്തിൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പോലീസിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു ഈ സംഭവത്തിൽ. അതായത് നേരത്തെ ബിനു പറഞ്ഞത് പ്രകാരം കാട്ടാന ചവിട്ടി വീഴ്ത്തിയ ശേഷം അതിക്രൂരമായി കൊല്ലുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ശരീരത്ത് അതിൻ്റെ മുറിപ്പാടുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതാണ് വിശദമായുള്ള ഒരു പരിശോധനയിലേക്ക് പോകാനുണ്ടായ കാരണം. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തല നിലത്ത് ഉരച്ചിട്ടുണ്ട്, ശക്തമായി അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും 6 വാരിയെല്ലുകൾക്കും സീതയെ ഭർത്താവ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തല 2 തവണ നിലത്തടിച്ചിട്ടുണ്ട്, പാറയിലൂടെ ഇഴച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും 6 വാരിയെല്ലുകൾക്ക് ഒടിവുണ്ട്. അതിൽ 3 വാരിയെല്ലുകൾ ഉള്ളിലേക്ക് തറച്ചു കയറിയിട്ടുണ്ടെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിക്രൂരമായാണ് സീതയെ ഭർത്താവ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളുടെ മുന്നിൽ വെച്ചാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതിയ സീതയുടെ മരണം ഇപ്പോൾ കാട്ടാന ആക്രമണത്തിലല്ല, അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഭർത്താവ് ബിനുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ബിനുവിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. രാഹുൽ സുരേഷാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. രാഹുൽ, ഏറ്റവും നിർണായകമായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. കൃത്യമായി ആക്രമിച്ച് അല്ലെങ്കിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയിരിക്കുകയാണ് സീതയെ എന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലേ? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇടതുഭാഗത്ത് 7 വാരിയെല്ലുകളും വലതുവശത്തെ 6 വാരിയെല്ലുകളും പൊട്ടിയിട്ടുണ്ട്. അതിൽ 3 എണ്ണം ശ്വാസകോശത്തിലേക്ക് കയറിയിട്ടുണ്ടെന്ന കൂടി വിവരമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് അതിക്രൂരമായാണ് സീതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. ആ ആസൂത്രണത്തിലൊടുവിലാണ് ഇന്നലെ വനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകുകയും അതിനിടയിൽ ഈ കൃത്യമായി ലഭിച്ച തക്കത്തിനൊടുവിൽ ഈ കൃത്യം നടത്തിയിരിക്കുന്നതും. ഇതിൽ പോലീസിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു കൊലപാതകമാണോ എന്നത്. അതിൽ ശരീരത്ത് വലിയ മുറിപ്പാടുകൾ പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല, തലയിൽ മാത്രമാണ് ചെറിയ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ സംശയമുണ്ടായിരുന്നു. സാധാരണ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് അതിൻ്റെ മുറിപ്പാടുകൾ ഉണ്ടാകേണ്ടതാണ്, ആ സംഭവങ്ങൾ പുറത്തേക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതൊന്നും ശരീരത്ത് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ പോലീസിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ വിശദമായി തന്നെയുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ വേണമെന്നായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത്.